ഇതാണ് 165cc R15 പ്രോ സ്റ്റോക്ക് വേരിയൻറ്റ്. ഇപ്പോൾ ഈ പ്രോ സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഇപ്പോൾ നമുക്ക് 2-3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ കാറ്റഗറിയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ റേസ് ചെയ്യണം, ടയറൊക്കെ അത് തന്നെ ഉപയോഗിക്കാവും. ഈ പ്രോ സ്റ്റോക്കിലാണ് നമുക്ക് എഞ്ചിൻ്റെ പവർ കൂട്ടാനും സസ്പെൻഷൻ മാറ്റാനും എയർക്കണോമിക്സും ലൈറ്റ് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന കാറ്റഗറിയാണ് പ്രോ സ്റ്റോക്ക്. ഈ കണ്ടോ ഈ ടയർ കണ്ടോ, വളരെ ചെറിയ ടയേഴ്സാണ് ഇവിടെ ബാക്കിലും നമുക്ക് ഫ്രണ്ടിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ചെറിയ ടയേഴ്സാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന്. പക്ഷേ ആക്ച്വലി ഇത് ഫ്ലിക്ക് ചെയ്യാനും എൻട്രി സ്പീഡ് കൂട്ടാനാണ് ഈ ചെറിയ ടയേഴ്സ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈസിലി നമുക്ക് ഡയറക്ഷൻ ക്വിക്കായിട്ട് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, അതേ കണ്ട ഇവിടെ സ്റ്റീൽ ബ്ലേഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ സ്റ്റിയറിംഗ് ഡാമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ ഫുള്ളി ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എക്സോസ്റ്റ് സിസ്റ്റം ഇട്ടിട്ടുണ്ട്. പിന്നെ എഞ്ചിനിലെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു R15 ബേസിക് ഷാസിയും എഞ്ചിനും വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ ചെയ്യുക എന്നുള്ളതാണ് ഈ